കുട്ടികൾക്ക് ആന എന്നാൽ എന്നും ഹരമാണ്. എന്നാൽ കുട്ടികളെയും ആന ഇഷ്ടപ്പെട്ടാൽ ഇവർ കളിക്കൂട്ടുകാരാകും. ബാലുശ്ശേരിയിലെ ധനഞ്ജയൻ എന്ന കൊമ്പനും ഇപ്പോൾ ഒരു കുട്ടിയാണ് കൂട്ടുകാരെ കാണുമ്പോൾ. ഇത് ധനഞ്ജയൻ, 34 വയസ്സ്, 8.25 അടി ഉയരം, നല്ല തലയെടുപ്പ്, 3-4 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും അവസരങ്ങൾ തേടുന്നു. ഉണരും കരകണികാൺമത് അമരോത്സവരംഗം മുളവന്നത് കളിരാം ഇത് പലവായി നിരയായി കരളിൽ നിറയായി വിളയുവൻ കനകനിൽ കളിയുവൻ. കർണാടക കാട്ടിൽ നിന്നും കേരളത്തിലെത്തിയ ഇവൻ ഇപ്പോൾ സുനിൽ ബാലുശ്ശേരിയുടെ ഉടമസ്ഥതയിലാണ്. സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രമല്ല, നല്ല സ്വഭാവ ഗുണവും ഉള്ളതുകൊണ്ട് ധനഞ്ജയന് ഫാൻസ് അസോസിയേഷനുമുണ്ട്. 90ഓളം പേർ ഇപ്പോഴേ ഇതിൽ അംഗമാണ്. അനുഭൂതി, ആര്യൻ, അവൻ അനന്തപത്മനാഭൻ, സ്വപ്നഹള്ളിയിലേക്ക് ഒരു നാൾ എന്നീ ചിത്രങ്ങളിലാണ് ധനഞ്ജയൻ ബാലുശ്ശേരി അഭിനയിച്ചത്. 25 വർഷത്തോളമായി ഇവിടെയുള്ള ധനഞ്ജയന് കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണ്. സിനിമാ നടൻ ആയതുകൊണ്ട് തന്നെ തടി പിടിക്കാനോ തടിയിളകി പണിയെടുക്കാനോ ഇവൻ പോകാറില്ല. എന്നാൽ കൊട്ടിയൂരമ്പലത്തിൽ കഴിഞ്ഞ 6 വർഷമായി തിടമ്പേറ്റുന്നത് ധനഞ്ജയന്റെ പുറത്താണ്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ഇവൻ കർക്കിടക മാസത്തിൽ മാത്രമാണ് മതപ്പാട് കാണിക്കാറുള്ളത്. സാധാരണ ആനകൾക്ക് 3ഉം അതിലധികവും പാപ്പാന്മാരുള്ളപ്പോൾ ധനഞ്ജയന് 2 പേർ മാത്രമാണ് പാപ്പാന്മാരായി ഉള്ളത്. ശ്രീജിത്താണ് ഇതിലെ പ്രധാന പാപ്പാൻ. കൊട്ടിയൂര് 14 വർഷം മുന്നേ 4 കൊല്ലം തുടർച്ചയായിട്ട് വെച്ചാൽ അതിനുശേഷം കുറേ കാലം പോയി. ഇപ്പം വീണ്ടും 3 കൊല്ലമായിട്ട് കൊട്ടിയൂര് വീണ്ടും കൂപ്പ് പോകാറില്ല, പണിക്ക് പോകില്ല. നീണ്ടു നിവർന്നു കിടന്നുള്ള കുളിയും വയറു നിറച്ചുള്ള ഭക്ഷണവും ധനഞ്ജയന് ഒരു മുട്ടുമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കും. 25 പനമ്പട്ട, 5 കിലോ അരിയുടെ ചോറ്, പൈനാപ്പിൾ, നാരങ്ങ, പഴം തുടങ്ങി എല്ലാം ആവശ്യത്തിന് കിട്ടിക്കോളും. എന്നാൽ ഭക്ഷണത്തോട് ആർത്തിയൊന്നും ധനഞ്ജയൻ കാണിക്കാറില്ല. കുട്ടികളുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ട ധനഞ്ജയൻ കൊട്ടിയൂരിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അവധിക്കാലം ധനഞ്ജയനൊപ്പം കളിച്ചുല്ലസിച്ച കുട്ടികൾക്കും ഒപ്പം നാട്ടുകാർക്കും ഇനി കുറച്ചു ദിവസത്തേക്ക് ധനഞ്ജയനെ കൂടെ കളിക്കാനായി കിട്ടില്ല. കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടീം വിഷൻ.